ആയിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി. അപ്പോൾ ദേ ബീഫ് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. കുക്കറിലേക്കെല്ലാം തട്ടിക്കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതിട്ടെടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും മീറ്റ് മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് തൈരും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബീഫ് കഴിക്കാത്ത കുഞ്ഞുനും അപ്പൂനും ചിക്കൻ ദേ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുക്കറിൽ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ച് ഇനി നമുക്ക് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുക്കാം കേട്ടോ. അതങ്ങനെ ആരും കഴിക്കില്ല ബിരിയാണിയിൽ ഇട്ടാൽ, എന്നാലും ഒരു ഭംഗിക്ക് അങ്ങോട്ട് കിടന്നോട്ടെ. ഇതിപ്പോൾ വീട്ടിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. അല്ലെങ്കിൽ പൊതുവെ എന്റെ ബിരിയാണിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഉണ്ടാവില്ല. വെറുതെ ഇട്ടിട്ട് എന്തിനാ വേസ്റ്റ് ആക്കുന്നത് ഗൈസ്? വെറുതെ കഴിക്കാൻ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബീഫ് കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും കൂടെ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ നമ്മളെ സവാള എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അമ്മ പിന്നെ ചോറിനുള്ള പരിപാടിയിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. മല്ലിയില ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെന്ത് വന്ന ബീഫിലേക്ക് നമ്മൾ സവാള എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ആ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഫ്രൈ ചെയ്തെടുത്ത സവാളയുടെ മുക്കാൽ ഭാഗവും നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും തട്ടിക്കൊടുത്തു. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. പിന്നെ ദമ്മിടൽ പരിപാടിയാണ്, ഒരു തട്ടിക്കൂട്ട് ദമ്മിടലാണ്. അങ്ങനെ നമ്മുടെ സാലഡും റെഡിയായി, ബീഫ് ബിരിയാണിയും റെഡിയായി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ.